നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഹോർമുസ് അടച്ചുകെട്ടി ലോകരാജ്യങ്ങളെ എല്ലാം പ്രതിസന്ധിയിലാക്കി ഇറാൻ അതിശക്തമായി പല മേഖലകളിലേക്കും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കെ ഇറാൻ ഇപ്പോൾ വലിയൊരു തിരിച്ചടി കൊടുത്തുകൊണ്ട് അമേരിക്ക ഒരു വലിയ നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു. അതായത് ഇറാന്റെ എണ്ണ കേന്ദ്രത്തിന് നേരെ, അവരുടെ ഒരു പ്രധാനപ്പെട്ട ദ്വീപിന് നേരെ, കാർഗിലേക്ക് ഒരു ആക്രമണം നടത്തിവെക്കുന്നു. ഇതോടുകൂടി അക്ഷരാർത്ഥത്തിൽ ഇറാൻ ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് ഇപ്പോൾ മറുപടി കൊടുത്തുകൊണ്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഈ ദ്വീപിന് നേരെയുള്ള ആക്രമണം അതിന് അതിശക്തമായ തിരിച്ചടി നൽകും എന്നുള്ള ഒരു മുന്നറിയിപ്പ്. അപ്പോൾ മുഴുവൻ എണ്ണ കേന്ദ്രങ്ങളും ആക്രമിക്കപ്പെടുന്ന ഒരു രീതിയിലേക്ക് ലോകം വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ ഇരു കൂട്ടരും, ഇറാനും അമേരിക്കയും ഒക്കെ പുറത്തെടുത്തിരിക്കുന്നത്. യുദ്ധം കാടടച്ചുള്ള ആക്രമണങ്ങളിലൂടെയല്ല, പലപ്പോഴും തന്ത്രപരമായ നീക്കങ്ങളിലൂടെയാണ് വിജയം എന്ന ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിയുന്ന യുദ്ധത്തിൽ. അതുകൊണ്ടാണ് നമുക്കറിയാം, ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള ആക്രമണത്തിൻ്റെ ഒരു രീതി പരിശോധിച്ചാൽ അവർ ഏറ്റവും അധികം കൊയ്തെടുത്തത് ഇറാൻ്റെ തലയാണ്. ആയത്തുള്ള അലി ഖമനേയിയുടെ കൊട്ടാരം ആക്രമിച്ചുകൊണ്ടാണ് യുദ്ധത്തിന് തുടക്കമിട്ടത്. ഇറാൻ ഭരണകൂടത്തിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ട് പലരെയും വധിച്ചു. പിന്നീട് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ, നമുക്കറിയാം IRGC ആസ്ഥാനം, മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ, മിസൈൽ ലോഞ്ചറുകൾ, ഭരണത്തെ നിയന്ത്രിക്കുന്ന മറ്റ് ആസ്ഥാനങ്ങൾ. അപ്പോൾ അവരുടെ ഒരു ഘടനാപരമായ സംവിധാനം തകർക്കാനും സൈനിക ശക്തി ക്ഷയിപ്പിക്കാനുമുള്ള ആക്രമണങ്ങളാണ് പിന്നീട് തുടർന്നത്. അത് ദിവസങ്ങളോളം, ഫെബ്രുവരി 28-ന് തുടർന്ന ആക്രമണങ്ങൾക്ക് നമുക്ക് സമാന സ്വഭാവം ഒരു ആദ്യ 10 ദിവസം കാണാൻ കഴിയും. എന്നാൽ 2 ദിവസങ്ങൾക്ക് മുൻപ് മുതൽ അമേരിക്ക ആക്രമണങ്ങളുടെ ഒരു ശൈലി മാറ്റി തുടങ്ങി. ആദ്യം നമ്മൾ കേട്ടത് ഇറാന്റെ ഏറ്റവും പ്രമുഖമായ ഒരു ബാങ്കിനെ ആക്രമിച്ചുകൊണ്ട് സാമ്പത്തിക കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന കാഴ്ച. മറുവശത്ത് ഇറാന്റെ ഊർജ സ്രോതസ്സുകൾക്ക് നേരെ, ഊർജ ഉൽപാദന കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ശക്തിപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് ഇത്രയധികം വൈകിപ്പിച്ചത്? ആദ്യം ഇറാന്റെ ആയുധശേഷി കുറയ്ക്കണം. ഇപ്പോൾ ഇസ്രയേൽ വ്യക്തമാക്കുന്നത് ഇറാന്റെ മിസൈൽ ശക്തിയുടെ 90% കുറവ് വന്നു എന്നാണ്. ഡ്രോണിന്റെ കാര്യത്തിൽ 62% കുറവ് വന്നു. അപ്പോൾ ഇറാന്റെ ആയുധശേഷി വലിയൊരു തലം വരെ തകർക്കാൻ അമേരിക്കയും ഇസ്രയേലിനും കഴിഞ്ഞു എന്ന് ലോകം കരുതുന്നിടത്താണ് ഇറാൻ പലപ്പോഴും പ്രിസിഷൻ ആക്രമണങ്ങളിലൂടെ പ്രത്യാക്രമണം നടത്തി. വളരെ പ്രിസിഷൻ, അതായത് നമുക്കറിയാം UAE-യിലെ വിമാനത്താവളങ്ങൾ, അവിടെയുള്ള അമേരിക്കൻ കോൺസുലേറ്റുകൾ, ഇതൊക്കെ കൃത്യതയോടെ ആക്രമിക്കാൻ ഇറാന് കഴിഞ്ഞു. അതിൻ്റെ വിശദാംശങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പ്രിസിഷൻ ആക്രമണത്തിന് ഇറാനെ സഹായിക്കുന്ന ബെയ്ദു എന്ന സാങ്കേതിക വിദ്യയെക്കുറിച്ച്. അത് ചൈനീസ് സാങ്കേതിക വിദ്യയാണ്, GPS-ന് ബദലായിട്ടുള്ളത്. പിന്നീട് റഷ്യൻ സഹായം. റഷ്യ പലപ്പോഴും സുപ്രധാനമായ ഇന്റലിജൻസ് വിവരങ്ങൾ ഇറാന് കൈമാറുന്നു, പ്രത്യേകിച്ച് ഉപഗ്രഹ വിവരങ്ങൾ. ആ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രിസിഷൻ ആക്രമണങ്ങൾ ഇറാന് തൊടുക്കാൻ കഴിയുന്നത് എന്ന തലത്തിൽ വാർത്തകൾ വന്നിരുന്നു. പിന്നീട് പലപ്പോഴും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും വിശദീകരണങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയത് IRGC-യുടെ ഘടനാപരമായ ഒരു സ്വഭാവമൊക്കെ നഷ്ടപ്പെട്ട് വിവിധ ചെറിയ യൂണിറ്റുകളായി പിളർന്ന് അവർ ഇപ്പോഴും തങ്ങളുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് തിരിച്ചടിക്കുന്നു എന്നാണ്. പക്ഷേ ഇറാൻ പ്രസിഡന്റ് പെസഷ്കിയാനും വിദേശകാര്യമന്ത്രി അരാക്ചിയും ഒക്കെ ശക്തമായ തലത്തിൽ ഇപ്പോഴും പൊതുമാധ്യമ ഇടങ്ങളിൽ സ്ഥാനം പിടിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി പെസഷ്കിയാൻ ചർച്ച നടത്തുന്നു. വിദേശകാര്യമന്ത്രി അരാക്ചി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കറുമായി ചർച്ച നടത്തുന്നു. അപ്പോൾ അവരുടെ ഭരണകൂടത്തെ നിർജീവമാക്കാൻ ഇതുവരെ അമേരിക്കയ്ക്കും ഇസ്രയേലിനും കഴിഞ്ഞില്ല എന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. ഇന്നലെ വിദേശ മാധ്യമങ്ങളിലൊക്കെ ഒരു ചിത്രം നമ്മൾ കണ്ടു. പെസഷ്കിയാൻ ഒരു ബൈക്കിൻ്റെ പിന്നിൽ കയറിയിരുന്ന് യാത്ര ചെയ്യുന്നത്, ജനങ്ങൾക്കൊപ്പം തെരുവുകളിലൂടെ നടക്കുന്നത്. അതൊക്കെ ചിലപ്പോൾ ഒരു പ്രത്യേക അന്തരീക്ഷം അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്തതാവാം. പക്ഷെ അവർ ഭൂഗർഭ അറയിലാണ് എന്ന അമേരിക്കൻ ആക്ഷേപങ്ങൾക്ക് ഒരു മറുപടിയായിരുന്നു. ചുരുക്കത്തിൽ കഴിഞ്ഞ 14 ദിവസങ്ങളിലേക്ക് യുദ്ധം കടന്നു എങ്കിലും 14 ദിവസം കടന്നിട്ടും ഇറാനെ പൂർണ്ണമായി നിർജീവമാക്കാനോ നിസ്സംഗമാക്കാനോ ഇതുവരെ കഴിഞ്ഞില്ല. ഇതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രഖ്യാപനം, ഒരു അഭ്യർത്ഥന, ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിച്ച് ജനങ്ങളോട് ഭരണം കൈയാളാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ബോംബാക്രമണം നിർത്തുമ്പോൾ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങും. ഇവിടെയാണ് ലോകം ഭയക്കുന്ന ഏറ്റവും ക്രൂരമായ ചില ദൃശ്യങ്ങൾ ഇപ്പോൾ ഇറാനിൽ വ്യക്തമാകുന്നത്. ഇന്ന് ഡെയിലി മെയിൽ എന്ന ഒരു മാധ്യമം ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്.
ചിത്രങ്ങളുടെ സഹായത്തോടെ ഇറാന്റെ പല ഭാഗത്തും തെരുവുകളിൽ വികൃതമാക്കപ്പെട്ട മൃതദേഹങ്ങൾ. ആ മൃതദേഹങ്ങൾ സ്വന്തം ജനതയുടേതാണ്. അതിനേക്കാൾ നമ്മെ ഭയപ്പെടുത്തുന്നത് IRGC സേനാംഗങ്ങളുടേതാണ്. ഇപ്പോൾ അതിന്റെ കാരണം വ്യക്തമാക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഭയപ്പെടുന്നു. കാരണം IRGCയിലെ സേനാംഗങ്ങൾ ഭയന്നു തുടങ്ങി. എപ്പോൾ വേണമെങ്കിലും അവരുടെ സേനാ യൂണിറ്റുകൾക്ക് നേരെ ബോംബുകൾ വർഷിക്കപ്പെടും. അവരൊക്കെ വളരെ ക്രൂരമായി കൊല ചെയ്യപ്പെടും. ഈ ഭയം അവരെ ബാധിച്ചതോടെ വിവിധ മേഖലകളിൽ നിന്ന് IRGC സേനാംഗങ്ങൾ അവരുടെ സേനാ ക്യാമ്പുകളിൽ നിന്ന് ഇറങ്ങി ഓടാൻ തുടങ്ങി, ഭയപ്പെട്ടു. ചിലർ ഓടി ഒളിക്കാൻ നോക്കുന്നു, ചിലർ IRGC സേവനം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. പിന്തിരിഞ്ഞ് ഓടുന്നവർക്ക് നേരെ ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമനുസരിച്ച് ക്രൂരമായ ആക്രമണങ്ങൾ IRGCയിലെ മറ്റുദ്യോഗസ്ഥർ നടത്തുകയാണ്. അവരെ പിടിച്ചുകെട്ടി തലകീഴായി തൂക്കി കൊലപ്പെടുത്തുന്ന രീതിയൊക്കെ വളരെ പ്രാകൃതമാണ്. അതിനുശേഷം അവരുടെ വികൃതമാക്കപ്പെട്ട ഈ മൃതദേഹങ്ങൾ തെരുവിലേക്ക് വലിച്ചെറിയും, മറ്റുള്ളവർക്കൊരു പാഠമാകാൻ. ഇറാന്റെ പല മേഖലകളിലും ഇത്തരം ക്രൂരതയുടെ നിരവധി റിപ്പോർട്ടുകൾ, 63 സംഭവങ്ങൾ നടന്നു എന്നാണ് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്തരത്തിൽ അതിക്രൂരതയുടെ 63 സംഭവങ്ങൾ IRGCയിൽ നിന്ന് മാത്രമല്ല, സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന്, സർക്കാരിൻ്റെ ഔദ്യോഗിക സേനയിൽ നിന്നൊക്കെ ഉദ്യോഗസ്ഥർ ഇങ്ങനെ കടന്നു കളയുന്നു. ചില ആളുകളെ കാണാതാകുമ്പോൾ, ഈ IRGC സേനാംഗങ്ങൾ കടന്നു കളയുമ്പോൾ അവരുടെ കുടുംബാംഗങ്ങളെ പിടിച്ചുകെട്ടിക്കൊണ്ടുവന്ന് തടങ്കലിലാക്കുന്നു, അവരെ ഉപദ്രവിക്കുന്നു, അങ്ങനെ മറ്റവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ ഇറാന്റെ IRGC ഇപ്പോൾ ഏറ്റവും ക്രൂരമായ ആക്രമണങ്ങൾ നടത്തുന്നത് സ്വന്തം ജനതയ്ക്കെതിരെയാണ്. ഇന്ന് IRGCയുടേതായ ഒരു പ്രഖ്യാപനം നമ്മൾ കണ്ടു, ഒരു മുന്നറിയിപ്പ്. ശത്രുവിന്റെ വാക്കുകൾ കേട്ട് ഏതെങ്കിലും ജനത തെരുവിലേക്ക് ഇറങ്ങിയാൽ നിങ്ങൾ ജനുവരിയിൽ നേരിടേണ്ടി വന്ന സർക്കാരിന്റെ ശിക്ഷയേക്കാൾ കടുത്തതായിരിക്കും ഇനി നിങ്ങൾ നേരിടാൻ പോകുന്ന അശിക്ഷ. ക്രൂരമായി ജനങ്ങളെ ആക്രമിച്ച് കൊലപ്പെടുത്തും എന്നാണ് IRGC സ്വന്തം ജനതയെ ഭയപ്പെടുത്തുന്നത്. മറുവശത്ത് ചില പ്രതിഷേധക്കാർ പ്രതിഷേധത്തിനൊക്കെ ആഹ്വാനം നൽകിയിരുന്നു. അവർ ആഹ്വാനം നടത്തി മണിക്കൂറുകൾക്കകം അവർ അപ്രത്യക്ഷരാകുന്നു, അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടുന്നു. വ്യോമമേഖലയിലുള്ള അമേരിക്കൻ ഇസ്രായേലി പോർജെറ്റുകളെക്കാൾ ഇറാൻ IRGC ഇപ്പോൾ ഭയപ്പെടുന്നത് തങ്ങൾക്ക് ചുറ്റുമുള്ള ജനങ്ങളുടെ പ്രതികരണമാണ്, തങ്ങൾക്കൊപ്പം നടക്കുന്ന സേനാംഗങ്ങളുടെ പെരുമാറ്റമാണ്. ഒരു ഭയം IRGCയെ ബാധിച്ചിരിക്കുന്നു, ഇറാനെ ബാധിച്ചിരിക്കുന്നു. അതിൻ്റെ തുടർ ചലനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന പെസഷ്കിയാനും വിദേശകാര്യമന്ത്രിയും ഒക്കെ തെരുവിലിറങ്ങി നടത്തുന്ന ഈ പ്രഹസനങ്ങൾ. കാരണം ഞങ്ങൾ ഭയപ്പെട്ടില്ല എന്ന് ജനതയെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യകതയുണ്ട്, അമേരിക്കയെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യകതയുണ്ട്, ഇസ്രായേലിനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യകതയുണ്ട്. ഏറ്റവും ക്രൂരമായ ആക്രമണങ്ങളിലേക്ക് അമേരിക്കയും ഇസ്രായേലും കടക്കുന്നതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. കാരണം അമേരിക്കയെ സംബന്ധിച്ച് യുദ്ധം തുടങ്ങി അവർ 5 ദിവസമായിരുന്നു പറഞ്ഞിരുന്നത്, പക്ഷെ വളരെയേറെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ യുദ്ധവിദഗ്ധരുടെ അനുമാനം ഈ യുദ്ധം 2 മാസത്തോളം നീണ്ടുപോകാമെന്നാണ്. കാരണം ഇറാൻ ഒരു വലിയ രാജ്യമാണ്, ആ രാജ്യത്തിൻ്റെ ശക്തി അമേരിക്കയ്ക്ക് അറിയാം, വ്യക്തതയോടെ അമേരിക്കയ്ക്ക് അറിയാം. പക്ഷേ ഇപ്പോൾ റഷ്യയിൽ നിന്ന് ചൈനയിൽ നിന്നൊക്കെയുള്ള ചില സഹായങ്ങൾ ലഭിക്കുന്നു എന്ന സംശയമാണ്. കാരണം ഇന്നലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ട്രംപിനെ ഫോണിൽ വിളിച്ചു. ഇറാൻ യുദ്ധത്തിനൊരു പരിഹാരവുമായാണ് റഷ്യയുടെ ഫോൺ കോൾ. ആ പരിഹാരം അതാണ് ഏറ്റവും തമാശ. പൂർണ്ണമായി അല്ല, പക്ഷേ സമ്പുഷ്ടീകരിച്ച 430 കിലോഗ്രാം യുറേനിയം ഇറാന്റെ പക്കലുണ്ട് എന്നതാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഏറ്റവും വലിയ ആരോപണം യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ. അത് പിടിച്ചെടുക്കാൻ കരസേനയെ ഇറാനിലേക്ക് അയക്കാനോ ഇറാൻ മണ്ണിലിറങ്ങി ഇതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാനോ അമേരിക്കയ്ക്കോ ഇസ്രായേലിന് കഴിയുന്നില്ല. അപ്പോൾ പുതിൻ പറഞ്ഞത് ഈ യുറേനിയം ഞങ്ങൾ റഷ്യയിലേക്ക് മാറ്റിക്കൊള്ളാമെന്നാണ്. ട്രംപ് അതിനെ പുച്ഛിച്ച് തള്ളിയെന്നാണ്. കാരണം റഷ്യയിലേക്ക് മാറ്റുന്ന യുറേനിയം എപ്പോൾ വേണമെങ്കിലും മറ്റൊരു വഴിയിലൂടെ തിരിച്ച് ഇറാനിലേക്ക് വരാം. ഇപ്പോൾ തന്നെ ഇറാന് റഷ്യയുടെ സഹായം വളരെയേറെ കിട്ടുന്നുണ്ട് എന്ന സംശയം. റഷ്യ കൂടുതൽ സഹായത്തിനുള്ള വഴി തുറന്നാൽ ഈ യുദ്ധം വീണ്ടും കടുപ്പമുള്ളതായി മാറും. അതുകൊണ്ടാണ് അമേരിക്ക USS ട്രിപ്പോളി എന്ന അവരുടെ ഒരു പടക്കപ്പൽ ഇപ്പോൾ ഇറാന് നേർക്ക് അയച്ചിരിക്കുന്നത്. പടക്കപ്പലിലുള്ള 2500 സൈനികരാണ്. 2 തലത്തിലുള്ള വാർത്തകളാണ്. ഒന്ന്, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് ഇവർ നാവികസേനയുടെ ഭാഗമാണ്. എന്നാൽ മറ്റു ചില മാധ്യമങ്ങൾ പറയുന്നത് ഇത് ഒരു കരയുദ്ധം ലക്ഷ്യമിട്ട് അമേരിക്ക കരസേന അയച്ചിരിക്കുന്നുവെന്നാണ്. CNN പറയുന്ന നാവികസേന. നമുക്ക് CNN, BBC ഒക്കെ നോക്കുമ്പോൾ നാവികസേനാംഗങ്ങൾ എന്ന നിലയ്ക്കാണ് കാണാൻ കഴിയുന്നത്. കാരണം കടൽ സുരക്ഷയെ മുൻനിർത്തിയാണ് USS ട്രിപ്പോളി കൂടി അയക്കുന്നത്.
നേരത്തെ നമുക്കറിയാം 3 വിമാനവാഹിനി കപ്പലുകൾ അമേരിക്ക അയച്ചിരുന്നു. അതിൽ ഒരു വിമാനവാഹിനി കപ്പലിലുണ്ടായ തീപിടുത്തമൊക്കെ കഴിഞ്ഞ ദിവസം ഒരു വലിയ വിവാദത്തിന് ഇടവരുത്തി. അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു പരീക്ഷണം അവർ നേരിടുന്നത് 5 വിമാനങ്ങൾ, പോർ വിമാനങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവയിൽ 4 നമുക്ക് ഫലത്തിൽ 6 വിമാനം നഷ്ടപ്പെട്ടു എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. കാരണം ഒരു വിമാനത്തിൻ്റെ കണക്ക് ഇതുവരെ അമേരിക്ക അംഗീകരിക്കുന്നില്ല. 5 വിമാനങ്ങളിൽ 4 ഇന്ധനം നിറയ്ക്കുന്ന വലിയ എണ്ണ ടാങ്കറുകളാണ്. അപ്പോൾ അത്തരം വലിയ വിമാനങ്ങൾ ഉൾപ്പെടെ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അമേരിക്കയുടെ ഔദ്യോഗിക കണക്കനുസരിച്ച് ഏകദേശം 6ഓളം സൈനികരെ നഷ്ടപ്പെട്ടിരിക്കുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇറാഖ് വ്യോമ മേഖലയിൽ വെച്ചാണ് ഇന്നലെ നമുക്കറിയാം ഒരു വിമാനങ്ങൾ തമ്മിലുണ്ടായി കൂട്ടിയിടി. അത് കൂട്ടിയിടിയല്ല, ഞങ്ങൾ വെടിവെച്ചിട്ടതാണെന്ന് ഇറാഖ് മിലിഷ്യകൾ പറയുന്നു. അപ്പോൾ ഇതൊക്കെ അമേരിക്കയ്ക്ക് വലിയ സമ്മർദ്ദം ഏൽപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കൻ രാജ്യത്തെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധമുണ്ടാകുമെന്ന് ട്രംപ് ഭയക്കുന്നു. യുദ്ധം ഏറ്റവും ക്രൂരമായ തലത്തിൽ അടിച്ചമർത്താൻ, ഏറ്റവും ക്രൂരമായ ആക്രമണങ്ങളിലേക്ക് തിരിയാൻ അമേരിക്ക നിർബന്ധിതരാകുന്നൊരു കാഴ്ചയാണ്. അതുകൊണ്ടാണ് കില്ലർ സ്ക്വാഡ് എന്നറിയപ്പെടുന്ന ഈ 2500 സൈനികരുൾപ്പെടെയുള്ള യൂണിറ്റിനെ USS ട്രിപ്പോളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് വളരെ ഫാസ്റ്റ് മൂവ്മെൻ്റ് ഉള്ള ഒരു നേവൽ ഷിപ്പാണ്. കൊതിച്ചു പായു എന്നാണ് അവനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഏതൊരു ആക്രമണ മുന്നിലേക്കും കടന്നു ചെല്ലാനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. അതിൻ്റെ വേഗത, അതിന് വല്ലാത്ത പ്രത്യേകതയുണ്ട്. അപ്പോൾ ഈ കില്ലർ സ്ക്വാഡ് ഇപ്പോൾ മേഖലയിലേക്ക് അടുക്കുന്നു എങ്കിൽ അമേരിക്ക രണ്ടും കൽപ്പിച്ചാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ ഹോർമുസ് കടലിടുക്കിൽ പ്രത്യേകിച്ച് ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഹോർമുസിൽ പല സ്ഥലങ്ങളിൽ ഇപ്പോഴും മൈൻ സജ്ജമാക്കി വെച്ചിട്ടുണ്ടെന്ന ഒരു ഭീതി പൊതുവെ രാജ്യങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഹോർമുസ് കടലിടുക്കിന് അപ്പുറത്ത് ഇപ്പോഴും 240 കപ്പലുകൾ നങ്കുരമിട്ട് കിടക്കുന്നത്. അവർക്ക് ധൈര്യമില്ല. ഇന്നലെ പ്രസിഡന്റ് ട്രംപിൻ്റെ ഒരു ആഹ്വാനം നമ്മൾ കേട്ടു, കപ്പലുകൾ മുന്നോട്ട് പോവുക, ഞങ്ങൾ ആകാശത്തുണ്ടെന്ന്. അപ്പോൾ ചില തമാശകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടു. ആകാശത്ത് നിന്ന് താഴെ കപ്പലുകൾ തകരുന്നത് കാണുകയായിരിക്കും അമേരിക്കയുടെ ലക്ഷ്യമെന്ന്. കപ്പലുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കപ്പിത്താന്മാർക്ക് ധൈര്യമില്ല. എന്നാൽ അതിനിടയിലാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ ഒരു നയതന്ത്രം ഇന്നലെ വിജയം കണ്ടത്. ആദ്യം നരേന്ദ്രമോദി പെസഷ്കിയാനുമായി സംസാരിക്കുന്നു. ആദ്യം വിദേശകാര്യമന്ത്രിമാർ തമ്മിലുള്ള സംഭാഷണം. അതിനുശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി പെസഷ്കിയാനുമായി സംസാരിക്കുന്നു. ആ സംഭാഷണത്തെക്കുറിച്ച് പിന്നീട് പെസഷ്കിയാൻ എക്സിൽ ട്വീറ്റ് കൊടുത്തിട്ടുണ്ട്. മോദി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. മോദി പറഞ്ഞു ഇറാൻ ഇന്ത്യയുടെ സുഹൃത്താണ്. ഇതിനെ ഒരു തരത്തിലുള്ള ഒരു ബാർട്ടർ സിസ്റ്റവുമായി നമുക്ക് വേണമെങ്കിൽ താരതമ്യപ്പെടുത്താം. കാരണം ഇറാന്റെ ഒരു 107 നാവികർ കൊച്ചിയിലുണ്ടായിരുന്നു. അവർ ഇന്നലെ അർമേനിയയിലേക്ക് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കയറി സുരക്ഷിതമായി പോയി. അർമേനിയ ഈ ഇറാന്റെ ബോർഡർ രാജ്യമാണ്, കടന്നാൽ മതി. അപ്പോൾ തങ്ങളുടെ സൈനികരെ വളരെ സുരക്ഷിതമാക്കി ഇന്ത്യയിൽ നിലനിർത്തുകയും അവരെ വളരെ സുരക്ഷയോടെ രാജ്യത്തേക്ക് തിരികെ അയക്കുകയും ചെയ്ത ഇന്ത്യയോട് തീർച്ചയായിട്ടും നന്ദിയുള്ളവരായിരിക്കും ഇറാൻ. അത് മാത്രമല്ല, മറ്റു ചില പരിഹാസങ്ങൾ കൂടി ഇപ്പോൾ പെസഷ്കിയാൻ നടത്തിയിരിക്കുന്നു. കഴിഞ്ഞ 4-5 മാസമായി നിങ്ങൾ ഇന്ത്യയെ മുട്ടുകുത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ. ഒടുവിൽ ഇന്ത്യയോട് മറ്റു രാജ്യങ്ങളോട് നിങ്ങൾ കെഞ്ചുകയാണ് റഷ്യയിൽ പോയി എണ്ണ മേടിക്കാൻ. ഇതൊരു അമേരിക്കൻ ഗതികേടല്ലേ എന്നാണ് പെസഷ്കിയാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഒരു നായകസ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയാണ്. ഇവിടെയാണ് ഇന്ത്യയുടെ ഒരു നയതന്ത്ര വിജയത്തിന്റെ മഹത്വം നമ്മൾ കാണാൻ. ഹോർമുസ് കടലിടുക്കിന്റെ കിഴക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിലായി ഏകദേശം 28 വെസലുകൾ കിടക്കുക, ഇന്ത്യൻ വെസലുകൾ. ആ വെസലുകൾ ഇന്ത്യയിലേക്ക് കടന്ന് വരേണ്ട ആവശ്യകത ഇന്ത്യക്കുണ്ട്. ഏകദേശം 800-ലധികം ഇന്ത്യൻ നാവികരും അതിലുണ്ട്. നാവികരും മറ്റു ജോലിക്കാരൊക്കെ. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച്, അവരുടെ സുരക്ഷ. നേരത്തെ നമുക്ക് 3 നാവികരുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. കൂടുതൽ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട ഇന്ത്യക്ക് വലിയ വിഷമമുണ്ടാക്കും, ക്ഷീണമുണ്ടാക്കും. ഇതിനിടയിൽ നടന്ന നയതന്ത്ര ചർച്ചകൾക്കൊടുവിൽ വലിയ വിജയമുണ്ടായി. നമ്മൾ കണ്ടു, തൊട്ടു പിന്നാലെ ഇറാൻ ഇന്ത്യൻ കപ്പലുകളോട് 2 കപ്പലുകൾക്ക് ആദ്യം ഹോർമുസ് കടലിടുക്ക് കടക്കാനുള്ള അനുമതി നൽകുന്നു. പിന്നീട് ശിവാലയ ഇന്ത്യൻ നാവികസേനയുടെ അകമ്പടിയോടെ ഹോർമുസ് കടലിടുക്കിന് പുറത്തേക്ക് വരുന്ന ആ ദൃശ്യങ്ങൾ ഇന്ത്യക്ക് വലിയ വിജയം. ലോകം ഒരു അമ്പരപ്പോടെയാണ് ആ ദൃശ്യങ്ങൾ നോക്കിക്കണ്ടത്. കാരണം മറ്റ് ലോകരാജ്യങ്ങളൊക്കെ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ ഇറാനോട് സംഭാഷണം നടത്തി. ഇന്ത്യൻ പ്രകൃതിവാതക വെസലാണ്. ഇന്ത്യ ഇവിടെ ഏറ്റവും വലിയ വിഷമം, പ്രതിസന്ധി നേരിടുന്നത് പ്രകൃതിവാതക മേഖലയിലാണ്. അപ്പോൾ ആ പ്രകൃതിവാതകവുമായി ശിവാലയ എന്ന എണ്ണ വെസൽ പുറത്തേക്ക് വരുന്നു. തൊട്ടു പിന്നാലെ മറ്റൊരു എണ്ണ വെസലിന് കൂടി അനുമതി കൊടുക്കുന്നു. അപ്പോൾ 28 വെസലുകളും പുറത്തേക്ക് വരുമെന്ന പ്രതീക്ഷ ഇന്ത്യയിൽ വ്യാപിക്കുന്നു. അപ്പോൾ ഇതോടെ നമ്മുടെ പ്രതിസന്ധി മാറുന്നു എന്നുള്ളൊരു പ്രതീക്ഷ. ഇന്ത്യയുടെ 50%
എണ്ണ പ്രകൃതിവാതക വെസലുകൾ കടന്നു വന്നിരുന്നത് ഇതേ ഈ ഹോർമസ് കടലിടുക്കിലൂടെയാണ്. അപ്പോൾ നമ്മൾ മറുവശത്ത് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി നമ്മുടെ മാരിടൈം കോറിഡോർ വഴി ചൈന കടൽ ചുറ്റിയൊക്കെ ഇപ്പോൾ കൂടുതൽ ശക്തിപ്പെടുത്തിയെങ്കിലും ഹോർമസ് കടലിടുക്ക് തുറന്നു കിട്ടിയാൽ പെട്ടെന്ന് തന്നെ ഇന്ത്യയിൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള പ്രകൃതിവാതക നൽകും. അപ്പോൾ ഇന്ത്യക്ക് ഇത് കരുത്തുറ്റ ഒരു സംഭവമായി ഒരു വശത്ത്. മറുവശത്ത് അമേരിക്കയെ സംബന്ധിച്ച് ഇതും ഒരു നാണക്കേടായി. അമേരിക്ക നോക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവിടെയുള്ള മറ്റു വെസലുകളോടൊക്കെ പുറത്തേക്ക് കടക്കാൻ പറയുമ്പോൾ എല്ലാവരും ഭയപ്പെട്ട് നിൽക്കുന്നു. എന്നാൽ ഇറാനോട് സംഭാഷണം നടത്തി ഇന്ത്യ പുറത്തേക്ക് വരുന്നു. പിന്നെ ഈ ഹോർമസ് കടലിടുക്കിൽ ഈ ഒരു പ്രതിസന്ധി തുടർന്നാൽ അത് വലിയ ക്ഷീണമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയ ട്രംപ് ഈ 2500ഓളം കില്ലർ സ്ക്വാഡുകളെ പെട്ടെന്ന് അയക്കുന്നതിൽ ഇത്തരമൊരു ലക്ഷ്യം കൂടിയുണ്ട് ഒരു വശത്ത്. മറുവശത്ത് കൂടുതൽ കരസേന അംഗങ്ങൾ, നമുക്കറിയാം 5000ഓളം കരസേന അംഗങ്ങളെ അധികമായി ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് അമേരിക്ക മാറ്റുന്നുവെന്ന റിപ്പോർട്ടുകൾ വരുന്നു. അതൊരു പക്ഷേ ഒരു കരയുദ്ധം മുന്നിൽ കണ്ടിട്ടാവാം, അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ നിൽക്കുന്ന യൂണിറ്റുകൾക്ക് കൂടുതൽ ശക്തി പകരാനാവാം. ഇസ്രായേലിൻ്റെ നീക്കങ്ങളാണ് നമ്മെ കൂടുതൽ അമ്പരപ്പിക്കുന്നത്. ഇസ്രായേൽ ഇപ്പോൾ വലിയ അവകാശവാദമൊന്നും ഉന്നയിക്കുന്നില്ല. ആദ്യം മുതൽ ഇസ്രായേലാണ് കുറച്ചൊരു യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. 5 ദിവസം കൊണ്ട് യുദ്ധം തീർക്കുമെന്ന് പറഞ്ഞ് യുദ്ധം ആരംഭിച്ച ട്രംപിന് മുന്നിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അന്ന് വ്യക്തതയോടെ പറഞ്ഞിരുന്നു യുദ്ധം 2 ആഴ്ച മുതൽ 3 ആഴ്ച വരെ നീണ്ടു നിൽക്കുമെന്ന്. ഇപ്പോൾ 2 മാസത്തേക്ക് ഈ യുദ്ധം കടന്നാൽ അതിൽ അതിശോക്തിയില്ല. ബെഞ്ചമിൻ നെതന്യാഹു തന്നെ ഇന്നലെ നടത്തിയൊരു പ്രസ്താവനയിൽ ഇറാനിലെ ജനങ്ങൾ ഭരണം ഏറ്റെടുത്താൽ അപ്പോൾ ഈ യുദ്ധം തീരും, പക്ഷേ അതിനുള്ള ഒരു വേദി ഇതുവരെ തുറക്കപ്പെട്ടില്ല എന്ന് അദ്ദേഹം ആ യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞു. വ്യോമാക്രമണങ്ങളിലൂടെ ഒരു രാജ്യത്തിൻ്റെ സൈനിക ശേഷി കുറയ്ക്കുക, അവരുടെ സാമ്പത്തിക രംഗത്തെ താറുമാറാക്കുക, ഇതൊക്കെ എളുപ്പത്തിൽ കഴിയും. പക്ഷേ അവരുടെ ഒരു മനുഷ്യ വിഭവം അതിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല. പ്രത്യേകിച്ച് സേനാംഗങ്ങളുടെ കരുത്ത്, അവരുടെ പോർ വീര്യമൊക്കെ. വ്യോമാക്രമണങ്ങളും കടലാക്രമണങ്ങളും, ഇപ്പോൾ കടലിലൂടെയുള്ള നേവലാക്രമണങ്ങളിൽ 54 ഷിപ്പുകളാണ് അമേരിക്ക തകർത്തത്. യുദ്ധം അതിൻ്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിലേക്ക് എടുക്കുമ്പോൾ ഇറാനെ വളരെ പ്രഹരമേൽപ്പിക്കാൻ അമേരിക്കൻ ഇസ്രായേൽ സഖ്യത്തിന് കഴിഞ്ഞു. 10,000-ലധികം ഇടങ്ങളിലാണ് ബോംബുകൾ വർഷിച്ചത്. ഈ ഡെയിലി മെയിൽ നമ്മൾ വായിക്കുമ്പോൾ മറ്റു ചില യാഥാർത്ഥ്യങ്ങൾ കൂടി നമ്മുടെ മുന്നിലേക്ക് വരുന്നു. കാരണം ഇറാൻ്റെ പല മേഖലകളും തീജ്വാലയായി നിൽക്കുകയാണ്. വലിയ തീക്കുണ്ടങ്ങൾ. ജനങ്ങൾ പുറത്തിറക്കത്തില്ല, വീടുകളിൽ ഭയപ്പെട്ടിരിക്കുന്നു. പലരും ഭരണമാറ്റം ആഗ്രഹിക്കുന്നു. വലിയ സാമ്പത്തിക പ്രതിസന്ധി. ആളുകളുടെ കയ്യിൽ പണമില്ല, പല വീടുകളിലും ഭക്ഷണമില്ല, തെരുവുകളിലേക്ക് ഭക്ഷണം മേടിക്കാൻ എത്തുന്നില്ല ആളുകൾ. ഈ ചെറിയ ആൾക്കൂട്ടമൊക്കെ കാണിക്കുന്നത് ഇതൊക്കെ ഒരു സോഷ്യൽ മീഡിയ ഗിമിക്സാണ്. അരാജകത്വം രാജ്യത്ത് വളരുകയാണ്. യുദ്ധത്തിൻ്റെ മറ്റൊരു കെടുതിയാണ്. ഇതിനിടയിൽ പുതിയ മുസ്തഫ ഖമനേയിയെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നു. ട്രംപ് പറയുന്ന ഒരു മാംസപിണ്ഡമായി എവിടെയെങ്കിലും ഉണ്ടാകാം എന്ന, കയ്യും കാലും ഒക്കെ നഷ്ടപ്പെട്ട്. പക്ഷെ മുസ്തഫ ഇതുവരെ ആരും കണ്ടില്ല. ഒരു വീഡിയോയിൽ പോലും യുദ്ധം തുടങ്ങിയതിന് ശേഷം കണ്ടിട്ടില്ല. അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുമില്ല. വലിയ ഒരു സമ്മാനമൊക്കെ അമേരിക്ക തലയ്ക്ക് വിലയിട്ടിരിക്കുകയാണ് മുസ്തഫയുടെ. എന്ന് മാത്രമല്ല, വിദേശകാര്യമന്ത്രി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഇവരെയൊക്കെ വകവരുത്തുമെന്ന ഭീഷണിയും അമേരിക്ക മുഴക്കുന്നു. ഏറ്റവും ശക്തമായ ആക്രമണങ്ങളിലൂടെ ഇറാൻ ചുട്ടരിക്കുമ്പോഴും നമുക്ക് മറുവശത്ത് അമേരിക്കൻ പോർവിമാനങ്ങൾ നിലത്തേക്ക് പതിക്കുന്നത് കാണാൻ കഴിയുന്നു. അമേരിക്കൻ സഖ്യരാജ്യങ്ങളായ UAE, ഗൾഫ് രാജ്യങ്ങൾ നിരവധി, ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ്, അവിടേക്കൊക്കെ മിസൈൽ വർഷം ഇപ്പോഴും തുടരുന്നു. വളരെ ദുർബലമായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും തുടരുന്നു. ഇപ്പോൾ ഇറാൻ്റെ ഏറ്റവും വലിയ ഭീഷണി, ഞങ്ങളുടെ ഊർജ്ജ മേഖല ലക്ഷ്യമിട്ട് അമേരിക്ക ആക്രമണം നടത്തിയാൽ അതേ നാണയത്തിൽ അമേരിക്കൻ സഖ്യരാജ്യങ്ങളെ ഞങ്ങൾ ആക്രമിക്കുമെന്ന്. ഇത് ലോകം ഭയപ്പെടുന്ന ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള എല്ലാ സാഹചര്യവും നിൽക്കുന്നു. കാരണം അമേരിക്ക ഇപ്പോൾ അവരുടെ കാർഗ് എന്ന് പറഞ്ഞ ഈ ദ്വീപിന് നടക്കും. ഒരു ചെറുദ്വീപാണെങ്കിലും ഇറാൻ്റെ 90% എണ്ണ ഉൽപ്പാദനവും എണ്ണ കയറ്റുമതിയും നടക്കുന്നത് ഈ ദ്വീപിനെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ അവരുടെ സാമ്പത്തിക നട്ടെല്ല് മുഴുവൻ തകർക്കുന്ന തരത്തിലുള്ള ആക്രമണം. ഇന്നിപ്പോൾ CNN, BBC ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കാർഗ് ഏകദേശം കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ഒരു സാമ്പത്തിക മേഖലയുടെ നടു ഒടിച്ചു, അവരുടെ ഹൃദയം പറിച്ചെടുത്തു എന്നാണ് മാധ്യമ വാർത്തകൾ. ഈ സാഹചര്യത്തിൽ ഗൾഫിലുള്ള എണ്ണ മേഖല ലക്ഷ്യമിട്ട് ഇവർ ആക്രമണം നടത്തിയാൽ അതിൻ്റെ പ്രത്യേകത വലുതായിരിക്കും. കാരണം എണ്ണ വില ലോകത്ത് പിടിച്ചാൽ കിട്ടാത്ത നിലയിലേക്ക് ഉയരും. പല ഗൾഫ് രാജ്യങ്ങളും
സാമ്പത്തികമായി പ്രതിസന്ധിയിലാകപ്പെടും. അതുകൊണ്ട് ആ ഒരു അവസ്ഥയെ അമേരിക്കയ്ക്ക് നേരിടുമെന്ന് നമുക്കറിയില്ല. പക്ഷെ അമേരിക്ക ഒരുപക്ഷെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളുടെ വീര്യം, അതിൻ്റെ സ്റ്റോക്ക് കുറച്ചു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമായിരിക്കും ഇപ്പോൾ ഇറാന്റെ സാമ്പത്തിക മേഖലയുടെ നേർക്ക്, ഊർജ്ജ മേഖലയുടെ നേർക്ക് നടത്തുന്ന ഈ ആക്രമണങ്ങൾ. അതുകൊണ്ട് നമുക്കതിനെ, അമേരിക്ക എങ്ങനെയാണ് ഇതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത് നമുക്കറിയില്ല. ഇതാണ് യുദ്ധത്തിൻ്റെ ഒരു പൊതുചിത്രം, ഇറാന്റെ ദയനീയമായ ചിത്രം. പക്ഷേ ഇറാനിൽ അത്ര പെട്ടെന്നങ്ങ് തല താഴ്ത്താൻ ഇറാൻ തയ്യാറാകുന്നു? കാരണം ഒന്ന്, ഈ ഖമനേയിയെ നഷ്ടപ്പെട്ടു, വലിയൊരു തിരിച്ചടി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പറഞ്ഞു അവരുടെ മറ്റ് ചില ആണവ ശാസ്ത്രജ്ഞന്മാരെ കൂടി കൊലപ്പെടുത്തി എന്നുള്ള ഒരു മുന്നറിയിപ്പ്, വിവരം പുറത്തേക്ക് വിടുന്നു. ഇറാൻ ആകട്ടെ തങ്ങൾ ഗൾഫിലേക്ക് ആക്രമണം അതിശക്തമാക്കും. ഇന്നിപ്പോൾ കാർഗ് ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ ഇറാൻ നേരിട്ടാണ് അമേരിക്കയെ വെല്ലുവിളിക്കുന്നത്. ഇതിന് ഞങ്ങൾ അതിശക്തമായ തിരിച്ചടി നൽകും എന്നുള്ളതായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു, സൗദിയിലെ അരാംകോയ്ക്ക് നേരെയൊക്കെ ആക്രമണം ഉണ്ടാകുന്നത് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇത് ലോകത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു യുദ്ധമായി തന്നെ മാറാം, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു രീതിയിലേക്ക് പരിണമിക്കാം. ഇവിടെ മറ്റൊരു കാര്യം, ഈ പറയുന്ന അമേരിക്ക ഒരു കരയുദ്ധത്തിന് തയ്യാറാകുകയാണെങ്കിൽ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും നല്ല അവസരം എന്നാണ് ഇറാൻ പറയുന്നത്. കാരണം നിങ്ങൾ കയറി വരൂ, നിങ്ങൾ ഞങ്ങളുടെ ഇറാന്റെ മണ്ണിൽ കാലുകുത്തു, ഞങ്ങളിവിടെ മലമടക്കുകളിലും പർവ്വതങ്ങളിലും തുരങ്കങ്ങളിലും ഉണ്ടാകും, ഞങ്ങളെ നേരിടാൻ നിങ്ങൾക്ക് ആ രീതിയിൽ കഴിയുമെങ്കിൽ അതൊന്ന് കാണിച്ചു തരൂ. അതായത് ഇറാൻ ഒരു കരയുദ്ധത്തിന് കാത്തിരിക്കുന്നു. അല്ല, അമേരിക്ക എപ്പോഴും നമുക്കറിയാം, മറ്റ് പല രാജ്യങ്ങളിലും നേരത്തെ ഇറാഖ് അല്ലെങ്കിൽ ഓരോ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങളിൽ അമേരിക്ക പുലർത്തുന്നൊരു ശൈലിയുണ്ട്. ആ രാജ്യത്തെ ജനതയെ ഇളക്കി വിട്ടിട്ട് അവർക്ക് ആയുധങ്ങളും സപ്പോർട്ട് നൽകി അവർക്കൊപ്പം നിൽക്കുന്ന ഒരു ശൈലിയാണ് അമേരിക്ക പുറത്തെടുക്കുന്നത്. അപ്പോൾ ഈ ബോംബാക്രമണങ്ങൾക്ക് ശേഷം ഇറാനിയൻ ജനതയെ തെരുവിലേക്ക് എത്തിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞാൽ ആ തെരുവിലിറങ്ങുന്ന ജനതയ്ക്ക് സപ്പോർട്ട് കൊടുക്കാനായിരിക്കും അമേരിക്ക ശ്രമിക്കുന്നത്. അവർക്ക് ഒന്ന് വ്യോമ തലത്തിലുള്ള ഒരു സപ്പോർട്ട്, മറ്റൊന്ന് അയൽ രാജ്യങ്ങളിൽ അവരുടെ സേനാംഗങ്ങളെ തമ്പടിപ്പിച്ച് ആയുധങ്ങളും മറ്റ് ക്രമീകരണങ്ങളും ഈ വിമത സേനയ്ക്ക് കൊടുക്കുക. അത്തരം തന്ത്രങ്ങളായിരിക്കാം പുറത്തെടുക്കുന്നത്. അതുകൊണ്ട് നേരിട്ട് ആ മണ്ണിലേക്ക് അമേരിക്കൻ സൈനികരെത്തി അവരുമായി മുഖാമുഖം നിന്നൊരു യുദ്ധം, അതൊന്നും നമ്മൾ അത്ര പെട്ടെന്ന് പ്രതീക്ഷിക്കേണ്ട. ഒന്ന്. രണ്ട്, ഇറാനെ സംബന്ധിച്ച് ഇത് ഡു ഓർ ഡൈ എന്നുള്ളൊരു തലത്തിൽ ഉള്ളൊരു യുദ്ധമാണ്. കാരണം ലോകത്തെ മുസ്ലിം രാജ്യങ്ങളിൽ ആദ്യം ഒരു ഷിയ ഭരണകൂടം വ്യാപിപ്പിക്കുകയാണ് ഇറാന്റെ ആത്യന്തിക ലക്ഷ്യം. റൂഹുള്ള ഖൊമേനി അതിനാണ് തുടക്കമിട്ടത്. പിന്നീട് അലി ഖമനേയി അതിൻ്റെ ഒരു കുറച്ചുകൂടെ വിപുലമായ ഒരു വേഷനിലേക്ക് കടന്നതാണ്. അപ്പോൾ ഇവിടെ വെച്ച് ഈ ഷിയ ഭരണകൂടം തകർന്നാൽ അമേരിക്ക ആഗ്രഹിക്കുന്നത് പോലെ, ഒരുപക്ഷെ സുന്നി മുസ്ലിം രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഷിയ ഭരണകൂടങ്ങളുടെ പിന്നീട് ഷിയ മിലിഷ്യകളുടെ തകർച്ചയായിരിക്കും ലോകം കാണാൻ പോകുന്നത്. അത് ആത്യന്തികമായി ഒരു സുന്നി മേൽക്കോയ്മയ്ക്ക് ഇടവരുത്തും. ഇറാനിലുൾപ്പെടെ, ഇറാനിൽ അമേരിക്കൻ ഒരു പാവ ഭരണകൂടം എത്തിയാൽ പിന്നീട് സുന്നി ഭരണകൂടങ്ങൾക്ക് വലിയ ഒരു ഭീതിയില്ലാതെ വരുന്ന കുറച്ച് പതിറ്റാണ്ടുകൾ കൂടി മുന്നോട്ട് പോകാൻ കഴിയും. ഇറാൻ എപ്പോഴും വലിയ ഭീഷണിയാണ് ഗൾഫ് രാജ്യങ്ങൾക്ക്, മുസ്ലിം രാജ്യങ്ങൾക്കൊക്കെ. അപ്പം അതുകൊണ്ട് ഇറാനിലെ ഇപ്പോഴത്തെ ഭരണകൂടത്തെ സംബന്ധിച്ച് ഒന്നുകിൽ ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക, ആ ഒരു സാഹചര്യത്തിലാണ് അവർ പൊരുതുക. ഈ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരെ കാത്തിരിക്കുന്നത് കീഴടങ്ങിയാൽ വധശിക്ഷകളായിരിക്കാം. IRGCയിലെ ഉന്നത ഉദ്യോഗസ്ഥരെ കാത്തിരിക്കുന്നതും വധശിക്ഷയിൽ കുറഞ്ഞൊന്നുമായിരിക്കില്ല. പകരം ഒരു ഭരണക്രമം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ചെയ്ത ഈ ക്രൂരതകളുടെ പേരിൽ ഇവരൊക്കെ വേട്ടയാടപ്പെടും, ശിക്ഷിക്കപ്പെടും. അതുകൊണ്ട് അവസാനം വരെ പൊരുതുക, അതായിരിക്കും IRGCയുടെ ലക്ഷ്യം. മറുവശത്ത് ഇറാനിയൻ ഭരണകൂടത്തിൻ്റെ ലക്ഷ്യം. ഇറാനികൾ പൊതുവെ വളരെ അതിശക്തമായി ചാവേറുകളായി നിന്ന് പൊരുതുന്നൊരു ശൈലിയുള്ളവർ. അത് നമുക്ക് പഴയ പേർഷ്യയുടെ കാലത്തെ യുദ്ധങ്ങൾ തുടങ്ങി ആധുനിക കാലഘട്ടത്തിലെ യുദ്ധങ്ങൾ വരെ എത്തി. ആ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാവും, അലക്സാണ്ടർ വരെ അന്ന് പേർഷ്യ ആക്രമിച്ച് കുടുങ്ങിയ പാർട്ടിയാണ്. അപ്പോൾ ഓരോരോ കാലഘട്ടത്തിൽ നമ്മൾ ഇറാൻ്റെ ആ ചോരത്തിളപ്പും ഇറാൻ്റെ പകയും ആ വംശാവലി കണക്കുകളും ഒക്കെ നോക്കുമ്പോൾ അവരുടെ പോരാട്ട വീര്യത്തെ കുറച്ച് കാണേണ്ടതില്ല. പക്ഷേ പോരാട്ട വീര്യം നിലനിർത്തുമ്പോഴും ഭൗതികമായ സാഹചര്യങ്ങൾ അവർക്കില്ല. കാരണം കടലിൽ പൂർണ്ണമായും ദുർബലപ്പെട്ട് കഴിഞ്ഞു. ഇനി വല്ല മൈനാക്രമണങ്ങൾക്കൊക്കെ മാർഗമുള്ളൂ. വ്യോമമേഖല പൂർണ്ണമായും ഇറാൻ്റെ വ്യോമമേഖല പൂർണ്ണമായും അമേരിക്കയും ഇറാനും അവരുടെ അധീനതയിലാക്കിയിരിക്കുന്നു. മിസൈലുകളുടെ ആക്രമണ ശക്തി കുറഞ്ഞു, അത് ലോകം കാണുന്നു. ഇന്നലെ 3 മിസൈലുകൾ നമുക്കറിയാം ഇസ്രായേലിലേക്ക് തൊടുത്തിരുന്നു. അതെല്ലാം ക്ലസ്റ്റർ വാർഹെഡുകളുള്ളതാണ്. പക്ഷേ മിസൈലുകൾക്ക് പഴയ ആക്രമണ ശക്തി ഇല്ലായിരുന്നത് കൊണ്ടാണ് ഇവയൊക്കെ നിഷ്പ്രയാസം അടിച്ചു കളയാൻ ഇസ്രായേലിന് കഴിഞ്ഞത്, വലിയ നാശനഷ്ടം ഉണ്ടാവാതിരിക്കുന്നത്.
ഇപ്പോൾ ദുർബലമായ ആക്രമണങ്ങളിലൂടെയാണ് ഇറാൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്ന് വ്യക്തമാണ് ഇന്നലത്തെ ആ യുദ്ധം പരിശോധിക്കുമ്പോൾ. മറുവശത്ത് ഇറാനിയൻ തെരുവുകളിലേക്ക് സ്വന്തം ജനതയെ കൊന്നിടുന്നു. ഇതൊക്കെ കൂടുതൽ ജനങ്ങൾക്കിടയിൽ അസ്വസ്ഥതകൾ പകരാൻ ഇടവരും. എളുപ്പമല്ല ഇറാനെ സംബന്ധിച്ച്, പക്ഷേ ദിവസങ്ങളോളം, ഒരു പക്ഷേ ആഴ്ചകളോളം ഈ യുദ്ധം മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അമേരിക്ക കരുതുന്ന പോലെ ആത്യന്തിക വിജയം ഒരു ഭരണമാറ്റമാണെങ്കിൽ അതിന് എത്രത്തോളം സാധിക്കും, അതാണ് വലിയ സംശയം ഉയർത്തുന്നത്. അവരുടെ സൈനിക ശക്തി തളർത്താൻ, അവരെ ഒന്ന് ഭയപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളൊരു യുദ്ധമായിരുന്നുവെങ്കിൽ ഇതിനകം തന്നെ അമേരിക്കയ്ക്ക് സുല്ല് പറഞ്ഞു പോകാമായിരുന്നു. പക്ഷേ അവർ ആദ്യം പ്രഖ്യാപിച്ചത് ഇറാൻ്റെ ഭരണകൂടത്തെ മാറ്റുമെന്നാണ്. അപ്പോൾ ആ ലക്ഷ്യം പൂർത്തിയാക്കാതെ എങ്ങനെ മടങ്ങാൻ ട്രംപിന് കഴിയും? ഇവിടെ ഇരുന്ന് യുദ്ധം കൊഴിപ്പിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതായത് കൊല്ലട, തിന്നട, മിസൈൽ അയക്കട എന്നൊക്കെ പറയുന്ന. പക്ഷെ അവിടെ നമ്മൾ ഇന്ത്യ സ്വീകരിക്കുന്ന നയതന്ത്രപരമായിട്ടുള്ള ഒരു നിലപാടുണ്ട് എല്ലാ രാജ്യങ്ങളോടും. എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാ രാജ്യങ്ങളുമായിട്ട് ഒരു മികച്ച നയതന്ത്രം സ്വീകരിക്കുന്ന രാജ്യമാണ് നമ്മുടേത്. ആ ഒരു നയതന്ത്രം ഉള്ളത് കൊണ്ടാണ് ഹോർമുസ് നമുക്കായിട്ട് തുറക്കപ്പെട്ടത് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാം. പക്ഷേ തൊട്ടിപ്പുറത്ത് ഇറാന്റെ കപ്പൽ കൊച്ചി തീരത്ത് അടുപ്പിക്കാൻ അനുമതി കൊടുത്തതിനെ ട്രംപിന് അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ല. മറ്റൊരു കാര്യം, ഇപ്പോൾ ഹോർമുസ് തുറക്കപ്പെട്ടപ്പോൾ ഞാനില്ലാതെ അമേരിക്കയിലെ ഈ പറയുന്ന ഇന്ത്യയിലേക്ക് എണ്ണയും പ്രകൃതിവാതകവും എത്തുന്നു എന്നുള്ള ഒരു വലിയ അരിശം ഇതൊരു വഴിക്കുണ്ട്. നമ്മൾ അല്ലെങ്കിൽ തന്നെ താരിഫുമായി ബന്ധപ്പെട്ട് വലിയൊരു അസ്വാരസ്യത്തിൽ രണ്ടു കൂട്ടരും പുകഞ്ഞിരിക്കുകയാണ്. പക്ഷെ അതിന് ആ ഒരു സമയത്തും ഇന്ത്യ ഇറാനോടും മികച്ച നയതന്ത്രം സ്വീകരിക്കുന്നു. കാരണം നമുക്ക് ചബഹാർ തുറമുഖത്തിലൊക്കെ ഇറാനുമായി വളരെ ബന്ധമുള്ളതാണ്. മറ്റൊരു വഴിക്ക് നോക്കുകയാണെങ്കിൽ ഇസ്രയേലുമായിട്ട് വളരെ അടുത്ത ബന്ധമാണുള്ളത്. അപ്പോൾ ഇസ്രയേലിനെയും, അതായത് യുദ്ധം അവസാനിപ്പിക്കൂ എന്നുള്ളൊരു നയം നമ്മൾ സ്വീകരിക്കുന്നു. അപ്പോൾ നമ്മൾ വ്യക്തമാക്കുകയാണ് ലോകത്തോട്, നയതന്ത്രം കൊണ്ടേ ഈ പ്രതിസന്ധികളെ നേരിടാൻ രാജ്യങ്ങൾക്ക് കഴിയൂ എന്നുള്ളൊരു വലിയ ഒരു സന്ദേശം. പക്ഷേ ഈ പ്രതിസന്ധികൾ ഒഴിയുകയാണെങ്കിൽ അമേരിക്ക വീണ്ടും നമ്മളെ ലക്ഷ്യം വെക്കുമോ എന്നുള്ളതാണ്. ഇല്ല, കാരണം ഇന്ത്യയുടെ നിലനിൽപ്പ് അത് അമേരിക്കയ്ക്ക് അറിയാം. പാകിസ്ഥാൻ ഇന്ത്യയുടെ ശത്രു രാജ്യമായി നിലകൊള്ളുന്നു തൊട്ടടുത്ത്. അപ്പോൾ ഇന്ത്യക്ക് ഇവിടെ നിന്ന് പശ്ചിമേഷ്യയിൽ നിന്ന് നേരെ യൂറോപ്പിലേക്കൊരു പാലം ഇടണമെങ്കിൽ അതിന് ചബഹാർ തുറമുഖം അഥവാ ഇറാൻ അത് മാത്രമേ മാർഗമുള്ളൂ. നമുക്ക് ചൈന, പാകിസ്ഥാൻ അവർ തമ്മിലുള്ള ഒരു ഇഴയെടുപ്പ് നമുക്കറിയാം. അവരുടെ വാണിജ്യ കോറിഡോർ അവർ ഒരുമിച്ച് ഏഷ്യയെ അവരുടെ ഒറ്റ മേഖലയാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ചബഹാറിലൂടെ ലോകവുമായൊരു കണക്ടിവിറ്റി അത് അമേരിക്ക നേരത്തെ തന്നെ അംഗീകരിച്ചതാണ്. ഇക്കാര്യത്തിൽ ഇസ്രയേലും ഇന്ത്യ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല. കാരണം ഇന്ത്യയുടെ വാണിജ്യ താല്പര്യങ്ങൾ, ഇന്ത്യ എന്നും വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ആശ്രയിക്കുന്ന രാജ്യമാണ്. നമ്മുടെ നിലനിൽപ്പാണ് ഏറ്റവും മുഖ്യം. അതുകൊണ്ട് അക്കാര്യങ്ങളിൽ അമേരിക്ക വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനിടയില്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് കാര്യങ്ങൾ ശുഭപര്യാവസായിയായി മാറണമെങ്കിൽ അമേരിക്ക ഇച്ഛിക്കുന്നത് പോലെ ഇറാനിലൊരു പുതിയ ഭരണകൂടം വരട്ടെ, അവരുമായി ഇന്ത്യ വലിയ ബന്ധത്തിൽ എത്തട്ടെ. ഇന്നലകൾ ഇന്ത്യ ഇറാനെ ചേർത്ത് പിടിച്ച കഥകൾ ഈ പുതിയ ഭരണകൂടവും തീർച്ചയായും ഉൾക്കൊള്ളും. അത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു സുവർണ്ണ കാലഘട്ടമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ തുടങ്ങി വെച്ച് യുദ്ധം അവസാനിപ്പിക്കുക, അതാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും മുന്നിലുള്ള വലിയ വെല്ലുവിളി. ഈ തുടങ്ങി വെച്ചത് ഇസ്രായേൽ ആണെങ്കിലും ഇപ്പോൾ ഇത് അമേരിക്ക ഇറാൻ യുദ്ധമായി മാറിയിരിക്കുകയാണ്. അല്ല, ഇസ്രായേൽ ഒട്ടും പിന്നോട്ടില്ല. ഇസ്രായേൽ അതിശക്തമായി ഈ വളരെ പ്രിസിഷൻ ആക്രമണങ്ങളൊക്കെ നടത്തുന്ന ഇസ്രായേലാണ്. ഇസ്രായേലിൻ്റെ ഏകദേശം 100 മുതൽ 130 വരെ പോർജെറ്റുകൾ സദാ ആക്രമണങ്ങളിൽ മുഴുകിയിരിക്കുക. വേറെ ഒരു രാജ്യത്തിനും അതിന് കഴിയില്ല. വളരെ ഉന്നം പിടിച്ച് 1-2 ദിവസമൊക്കെ ആക്രമിക്കാൻ ഒരു രാജ്യത്തിനും കഴിയുമെന്നല്ലാതെ ഇതൊരു ടാക്സി പോകുന്നത് പോലെ കൊണ്ടുപോയി ബോംബിടുക, തിരിച്ചു വരിക, ബോംബിടുക, തിരിച്ചു വരിക, അതിന് ലോകത്ത് ഒരേ ഒരു രാജ്യത്തിനെ കഴിയും. അവരുടെ ഇസ്രായേൽ എയർഫോഴ്സ് എന്നൊക്കെ പറയുന്നത് വലിയ അത്ഭുതമായി മാറിയിരിക്കുകയാണ്. അവരുടെ ഒരു പ്രത്യേകതയുണ്ട്, ശത്രു ഒരുങ്ങുന്നതിന് മുൻപ് തന്നെ അവരെ ആക്രമിച്ച് വീഴ്ത്തുക. യുദ്ധത്തിൽ തുടക്കം മുതൽ അതുകൊണ്ടാണ് അവർ ഇറാനെ ഏറെക്കുറെ തളർത്തിയിട്ടത്. ഇറാൻ അത്ര നിസ്സാര ശക്തിയൊന്നും അല്ലായിരുന്നു. ഇറാന് ഇപ്പോൾ കേരളത്തിലെ ജനസംഖ്യ വെച്ച് നോക്കിയാൽ നമ്മുടെ 3 ഇരട്ടിയേ ഉള്ളൂ, 9 കോടി ജനസംഖ്യയേ ഉള്ളൂ. പക്ഷേ ഇറാൻ വളരെ സൈനിക തലത്തിലും പ്രതിരോധ രംഗത്തുമൊക്കെ ഒരു ശക്തിയായ രാജ്യമാണ്. ഡ്രോൺ നിർമ്മാണത്തിൽ അവർ ലോകത്ത് തന്നെ ഏറ്റവും തലയെടുപ്പുള്ളവരാണ്. റഷ്യയിലേക്ക് ഏറ്റവും കൂടുതൽ ഡ്രോണുകൾ കയറ്റുമതി ചെയ്ത രാജ്യമാണ്. റഷ്യയുമായി വലിയ ചങ്ങാത്തത്തിലുള്ള രാജ്യമാണ്. എണ്ണ വലിയ തോതിൽ ഇപ്പോൾ ചൈനയിലേക്കും ഇന്ത്യയിലേക്കൊക്കെ കൊടുത്തിരുന്നു നേരത്തെ. അമേരിക്കൻ ഉപരോധം വന്നപ്പോഴും ഇറാൻ പിടിച്ചു വന്നു. ഇപ്പോൾ ഇറാനെ ഇപ്പോൾ തളർത്തി എന്നുള്ളത് മേഖലയിൽ സുന്നി മുസ്ലിം രാജ്യങ്ങൾക്ക് വലിയ വിജയമാണ്. മറുവശത്ത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും തങ്ങളുടെ ഒരു പൊതുശത്രുവിനെ ദീർഘകാലത്തേക്ക് സൈലൻ്റ് ആക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതൊരു വലിയ വിജയം തന്നെയാണ്.
എന്തായാലും ഇപ്പോൾ ഇതാണ് യുദ്ധത്തിന്റെ ഒരു ചിത്രം. ഇതാണ് ഈ കാർഗ് ആക്രമിക്കപ്പെട്ടതോടുകൂടി ഈ സമനില തെറ്റിയ ഇറാൻ ഇനി ഗൾഫ് മേഖലകളിൽ എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ശക്തമാക്കുമോ എന്നുള്ളൊരു ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എങ്കിലും ട്രംപ് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു, കീഴടങ്ങുക എന്നുള്ള ഒരു മുന്നറിയിപ്പും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇസ്രയേലും അതിശക്തമായ ആക്രമണം നടത്തുമ്പോൾ ഇനി അധികം ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. നന്ദി. നമസ്കാരം.